ഇന്ന് ഞാനുണ്ടല്ലോ കപ്പലണ്ടി കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങി കുറച്ച് കപ്പലണ്ടിയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഈ വിശേഷങ്ങളൊക്കെ യൂണിക് ഫാമിലിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ, വായോട്ടാ. ഞാനുണ്ടല്ലോ നമ്മുടെ കപ്പലണ്ടി നോക്കിയേ, ഇത് കഴുകി വെയിലത്തൊക്കെ ഇട്ട് ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ പൊളിച്ചെടുക്കണ്ട. നല്ല സുഖമായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള മണികളാട്ടെ നമ്മുടെ എന്താ എന്തൊരു നല്ല മണികളാതാ. അപ്പൊ സുഖമാണ് നമുക്ക് ഇങ്ങനെ പൊളിച്ചൊക്കെ എടുക്കാനായിട്ട്. ഒന്ന് കുറച്ച് നേരം ഒന്ന് വെയിൽ കൊള്ളിക്കണം കേട്ടോ. അപ്പൊ മാത്രമാണ് നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് ഇതേപോലെ പൊളിച്ചെടുക്കാൻ പറ്റുള്ളൂ. നോക്കിയേ, ഇതേപോലെ കപ്പലണ്ടി ഇതേപോലെ തോടൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് അത്യാവശ്യം പൊളിച്ചു വന്നപ്പോ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പലണ്ടി. അപ്പൊ ഇതുകൊണ്ട് നമ്മള് മസാല കപ്പലണ്ടി ആയിട്ട് ഉണ്ടാക്കണത്. അപ്പൊ അതിലേക്ക് വേണ്ട സാധനങ്ങൾ നോക്കിയേ, നമ്മള് കടലമാവ് എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, പിന്നെ കായം, പെരുംജീരകം ഒന്ന് നന്നായിട്ട് പൊടിയരുത് കണ്ട, ഒന്ന് നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ടാവാൻ പാടുള്ളൂ. അതേപോലെ കേട്ടാ പെരുംജീരകം, പിന്നെ അരിപ്പൊടി, പിന്നെ എടുത്തിട്ടുള്ളത് ഇഞ്ചി പേസ്റ്റ്, നമ്മുടെ വേപ്പില ചെറുതാക്കി നുറുക്കിയത്, വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തു നോക്കാട്ടോ, തോലടക്കം ചതച്ചത്, പിന്നെ മല്ലിയില, പച്ചമുളക് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തത് കേട്ടാ. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് അതിലൊരു ഭംഗിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ മസാല കപ്പലണ്ടി മേടിക്കുമ്പോൾ കാണാൻ കിട്ടാറില്ല, നമുക്ക് പച്ചമുളക് കടിക്കാനും അതേപോലെ വെളുത്തുള്ളി കടിക്കാനൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടാ. അപ്പൊ നമുക്ക് കപ്പലണ്ടിയിലേക്കുള്ള എന്താ പറയാ മസാല കൂട്ടാം. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെയാണ് കേട്ടോ ആവശ്യം. അപ്പൊ നമുക്ക് ഇതിലേക്ക് ആദ്യം 1 2 3 4 5 6 ടീസ്പൂണ് കടലമാവ്. പിന്നെ അരിപ്പൊടി പിടിക്കില്ല കേട്ടാ, അരിപ്പൊടി ഏറ്റവും ലാസ്റ്റ് ഉപയോഗിക്കുള്ളൂ. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ചതച്ചത്, വേപ്പില, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പിന്നെ നമ്മുടെ പെരുംജീരകം. ഇതൊരു 1/4 ടീസ്പൂണിന്റെ അടുത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ പകുതി എടുക്കണുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിന്റെ അടുത്തേക്കാണ് നമ്മള് കായപ്പൊടി കേട്ടാ. പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഒരു 1/4 ടീസ്പൂണേക്കാളും കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിക്ക് നമുക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിതാ 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പും പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പും പൊടി ആദ്യം കുറച്ചിടാട്ടെ നമുക്ക്, എന്നിട്ട് മാവില് കുഴച്ചതിന് ശേഷം നമുക്കൊന്ന് നാമ വെച്ച് നോക്കാം, എന്നിട്ട് വേണമെങ്കിൽ അപ്പിട്ട് കൊടുക്കാം കേട്ടാ. ഇനി നമുക്കിതിൽ വെള്ളമൊക്കെ ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴക്കാട്ടാ. ഞാനുണ്ടല്ലോ ഒരു 1.5 ഗ്ലാസ്സിൻ്റെ അടുത്തേക്കായിരുന്നു കേട്ടോ നമ്മൾ കപ്പലണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ മാവ് കുഴയ്ക്കുമ്പോൾ നമുക്കറിയാം കപ്പലണ്ടിമേ നന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്ന പോലെയല്ല, എന്നാൽ അത് ആയിട്ടുണ്ടാവണം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കുഴച്ചിട്ട് കടലമാവ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കടലമാവ് ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് അരിപ്പൊടി ഇട്ടാ. അരിപ്പൊടി ഞാനിത് ഒരു 2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഒന്നും കൂടി കുഴച്ച് കൊടുക്കാം നമുക്ക്. ഇതേപോലെ നമ്മുടെ മസാലയ്ക്കും കപ്പലണ്ടി മാവണ്ട പോലെ നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ തന്നെ ഒരു 5 മിനിറ്റ് നേരം ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ തീയൊക്കെ കത്തിച്ച് വെളിച്ചെണ്ണയ്ക്ക് ചൂടായി വരുമ്പോഴേക്ക് തന്നെ ഒരു 5 മിനിറ്റ് ആവും കേട്ടാ. ഒന്ന് കൈ കഴുകട്ടെ. ഇനി നമുക്കുണ്ടല്ലോ തീ കത്തിച്ച് നമ്മളൊരു കടായി അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ കടായി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. നമ്മുടെ പാത്രം നന്നായി ചൂടായി. അതിലേക്ക് നോക്കിയാൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. നമ്മുടെ കപ്പലണ്ടിക്ക് ഇടുമ്പോ ഒന്ന് മുങ്ങി കിടക്കാവുന്ന രീതിയിൽ തന്നെ വേണം കേട്ടോ വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി, നന്നായിട്ട് ചൂടാവണ്ട കേട്ടാ, നന്നായി തിളച്ചിട്ട് ഉപയോഗിക്കരുത്. അതിന് മുന്നായിട്ട് തന്നെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കണം കേട്ടാ.
അപ്പൊ ഇതാ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കുടഞ്ഞു ഇട്ട് കൊടുത്തോളൂ കേട്ടാ. ഒപ്പം തന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു പപ്പടക്കോല് കൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നോളൂ. പപ്പടക്കോല് തന്നെ ഉപയോഗിച്ചോളൂ കേട്ടോ, വേറെ ചട്ടക അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കരുത്. അപ്പൊ ഇത് എന്താ പറയാ, ഇങ്ങനെ ഒലർന്ന് കിട്ടില്ല. ഞാനിത് 2 ട്രിപ്പായിട്ടാ വറുത്തെടുക്കണേ. അപ്പൊ ഒരു കൈ കൊണ്ട് ഇടുക, ഒരു കൈ കൊണ്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് തീ ഒന്ന് കുറച്ച് വെക്കാട്ടാ. പെട്ടെന്ന് നല്ല ചൂടിൽ തന്നെ വേവിച്ചെടുക്കരുത്. തീ കുറവിലിട്ടിട്ട് വേണം പിന്നെ ആക്കിയെടുക്കാനായിട്ട്. എന്നാൽ തീ തീരെ കുറഞ്ഞും പോവരുത്. ആ വെളിച്ചെണ്ണ ഇങ്ങനെ ചെറുതായിട്ട് തളിച്ചുകൊണ്ടിരിക്കും വേണം കേട്ടാ. നമ്മളിങ്ങനെ എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടാ, ഈ കോല് ഉപയോഗിച്ചിട്ട്. നോക്കിയേ, ഇതേപോലെ ഒരു കളറ് കണ്ട, ഇങ്ങനെ ഒരു കളറായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടാ. അപ്പൊ അടിയില് വെളിച്ചെണ്ണ വാർന്ന് പോവാവുന്ന രീതിയിലുള്ളൊരു അരിപ്പ പാത്രം എടുത്തോളൂ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും വറുത്തെടുക്കാം കേട്ടാ. നമ്മുടെ കപ്പലണ്ടി പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള മണിയായിരുന്നു കേട്ടാ, തീരെ കുഞ്ഞ മണിയല്ലായിരുന്നു. നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കപ്പലണ്ടി അല്ലാതെ വിട്ടുന്നായി കഴിഞ്ഞാൽ നമുക്കൊന്ന്, ഞാൻ കൈ കഴുകണമല്ലോ കേട്ടാ. 2 പേരുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരാൾ ഇളക്കിക്കൊണ്ടിരിക്കുക, നമുക്ക് അപ്പം തന്നെ ഇട്ടൊന്ന് കൈ കഴുകാം. അതല്ല നമ്മൾ ഇതിലിട്ട് അപ്പം തന്നെ കൈ കഴുകാൻ പോയല്ലേ, ഇത് മുഴുവൻ കട്ട പിടിക്കും. കൈ കഴുകട്ടെ. അപ്പൊ നോക്കിയേ, നമ്മുടെ 2ാമത്തെ സ്റ്റെപ്പ് ആയിട്ടുണ്ട്. ഇതേപോലെ ഒരു കളറായി വന്നു. അപ്പൊ നമ്മൾ എടുക്കാൻ പോവാട്ടാ. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്ക് 2 ട്രിപ്പാണ് വറുത്തെടുക്കാനുണ്ടായിരുന്നത് കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക്, ഇതിപ്പോ നമ്മള് പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ കിട്ടുക. പക്ഷെ നമ്മൾ വീട്ടിലേക്ക് ആയ കാരണം നമുക്കുണ്ടല്ലോ, ഞാനിതാ തീ കത്തിച്ച് ഒരു പച്ചമുളക് ഇട്ടാ ഇതേപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് വെച്ചെടുക്കാം. ഒപ്പം ഇതാ ഇത്തിരി കറിവേപ്പില. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതിന് മുകളിലേക്കായിട്ട് ഒന്ന് ഇട്ടെടുക്കാം.
ഇത് ഇത്തിരി എന്താ പറയാ വലിപ്പം കൂടിയ അരിപ്പയായ കാരണം അടിയിലേക്ക് വേപ്പില പോണേ. ഇത്തിരി കുറച്ച് അടുപ്പിച്ചിട്ടുള്ള അരിപ്പയാണെങ്കിൽ വേപ്പില അടിയെ പോവാണ്ട് നമുക്ക് സുഖമായിട്ട് ഇതേപോലെ ആക്കിയെടുക്കാം കേട്ടാ. ഇനിയിപ്പോ ഇത് ചൂടാറി വരുന്നതിനനുസരിച്ച് തന്നെ നല്ല കരിപ്പുണ്ടാവും. പക്ഷെ ആയിട്ടിനെ ഞാൻ വിളിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ഇത് ചൂടാറി പിന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടാ. അപ്പൊ നോക്കിയേ, വേപ്പിലേക്ക് ഒന്ന് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കിടന്നോളൂ കാണാനായാലും. ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷായറ്റിനെ വിളിക്കട്ടെ കേട്ടാ. വേണ്ട കട്ടൻ ചായ ആയിട്ട് ഇറങ്ങിയോണത്. നോക്കിയേ കണ്ട, ഇത് നല്ല മൊരിപ്പാണ്. സൗണ്ട് കേൾക്കുമ്പോ വേണ്ട അത്രയും എന്താ പറയാ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കാരണം നമ്മൾ അരിപ്പൊടി ഇട്ടിട്ടുള്ള കാരണം കേട്ടാ. നല്ല വലുപ്പാട്ട നമ്മുടെ കപ്പലണ്ടി മണി. കണ്ട കടിക്കുമ്പോ നോക്കിയ ചൂടുണ്ടാവട്ടെ ചേട്ടാ. അടിപൊളിയാടാ കപ്പലണ്ടിയും. അതായത് മസാല കപ്പലണ്ടി കഴിക്കുമ്പോഴേ ഇത്തിരി മധുരമുള്ള കട്ടൻ ചായ കേട്ടോ ടേസ്റ്റ്. അതായത് നമ്മുടെ ഈ മസാലയ്ക്ക് ഒരു എരിവ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒപ്പം നല്ല മധുരമുള്ള കട്ടൻ ചായയും കൂടി ആവുമ്പോ നല്ല ടേസ്റ്റാ. കഴിക്കാം സുഖമായിട്ട്. നല്ല ചൂട്ടോടെ നല്ല രസമാണ്. ശരിക്കും നല്ല എന്താ പറയാ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം അല്ലേ. നമുക്കിപ്പോ ഗസ്റ്റുകളൊക്കെ വരാണെങ്കിൽ ഒരു രസത്തിന് ഇങ്ങനെ പച്ച കപ്പലണ്ടി ഒക്കെ വീട്ടിൽ മേടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഉണ്ടാക്കാം. അധികം ടൈമൊന്നും വേണ്ട. നല്ല ടേസ്റ്റ്. അപ്പൊ എല്ലാവരും വീട്ടിൽ ഇത് കപ്പലണ്ടി നടുക. അതേപോലെ ഇതേമാതിരി മസാല കപ്പലണ്ടി ഉണ്ടാക്കുക. അപ്പൊ നിർത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ.